ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ മാതൃവേദിയുടെ അതിരൂപതയിൽ ഞങ്ങൾക്ക് സമ്മാനദാനം ഉണ്ടായ ദിവസമാണ്. കരോൾ സോങ്ങിനും ആൻതം സോങ് പാടിയതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധികളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജയിച്ച് വന്നിട്ടുണ്ടായിരുന്ന പ്രതിനിധികൾക്ക് സമ്മാനം, അനുമോദനം ഇതൊക്കെയായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ? സൂപ്പർ വീഡിയോ ആണ്, എല്ലാവരും കാണണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. അംഗന്മാരായിട്ട് ഇനി വരാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളവരിൽ വന്നത് ജയിച്ചു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, വ്യക്തിപരമായ കാര്യം അറിയാവുന്നത് തന്നെ പിന്നിലിരിക്കുന്നവർക്ക് പലർക്കും ഓഫർ കിട്ടിയതും അതെനിക്ക് വന്ന സന്നദ്ധം. നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപിൽ നീങ്ങുന്നു. സങ്കീർത്തനം 89 4 അങ്ങയുടെ മാതൃവേദി അവാർഡ് തയ്യാറാണ് നമ്മൾ ആഘോഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് വിജയിച്ച മാതൃവേദിയിലെ അമ്മമാരാണ് ഇന്ന് ഈ വേദി സദസ്സിലെ 2 നിലയിലായിട്ട് ഇരിക്കുന്നവര്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ, മാതൃവേദിയുടെ തൃശ്ശൂർ അതിരൂപത മാതൃവേദിയുടെ ഡയറക്ടർ പ്രിയപ്പെട്ട ട്വിങ്കിൾ അച്ഛനെ ഏറ്റവും ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടകൻ തൃശ്ശൂർ അതിരൂപതയുടെ അമരക്കാരൻ നമ്മുടെ പ്രിയ പിതാവ് പിതാവിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ യോഗം. പിതാവ് ഏത് മീറ്റിംഗിനെ കണ്ടാൽ പ്രസിഡന്റ് അടുത്ത ഇലക്ഷനെ മാതൃവേദിയിൽ എത്ര അമ്മമാര് മത്സരിക്കും, ഈ ഒരു തവണ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പാസ്റ്റർ കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞ പിതാവ് 50ഓളം അമ്മമാരെ വെറുതെ പറഞ്ഞാണ് വെറുപാട് 50ഓളം അമ്മമാരെ ഇലക്ഷന് മത്സരിക്കുന്നത്. പിതാവ് അഭിമാനപൂർവ്വം പറയുകയാണ്, 40ൽ കൂടുതൽ അമ്മമാര് മത്സരത്തിലുണ്ടായിരുന്നു. അതിലൊരു 30ഓളം പേര് വിജയിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് എനിക്ക് വരാണ്ട് എത്തുന്നത് 29 ആളുകളാണ്. അതിൽ ഇവിടെ ഇപ്പോൾ ഈ സമയം വരെ നമുക്കൊരു 23 പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അറിയാം, നിങ്ങളെല്ലാവരും പല കാര്യങ്ങളിൽ തിരക്കുള്ളവരാണ്. അപ്പൊ നമ്മുടെ പിതാവിന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ അതിരൂപത മാതൃവേദിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ ഇന്നത്തെ യോഗത്തിന് ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയ പിതാവിനെ ഹാർദവമായി ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മളിപ്പോൾ ഒരു ആദരവ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റെജീന മാഡത്തിനെയാണ്. 2024 വർഷത്തിലെ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിലെ നമ്മളൊരു അത് ഒരു വർഷക്കാലം നീണ്ടു നിന്ന ആ നേതൃത്വ പരിശീലനങ്ങളിൽ പലരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. സിദ്ധോളയുടെ പുതിയൊരു ജനപ്രതിനിധിയായി നമ്മൾ ഇതിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുത്ത ഒരുപാട് പേരെ മത്സരരംഗത്തുണ്ടായിരുന്നു. അപ്പൊ മേഡത്തെ ഏറ്റവും ഹാർദവുമായി തന്നെ സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്വിൻക്ലസിനോടൊപ്പം ചേർന്ന് നമ്മുടെ രൂപത മാതൃവേദിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനീഷച്ചൻ ഓടി നടന്നത് ഞങ്ങൾ പറയും നമുക്കൊരു മീറ്റിംഗ് തగ్గടിക്കുന്ന ഒരാളുടെ അനീഷച്ചനാണ്. എന്തെങ്കിലും ആശംസ വരുന്നോ കേൾക്കാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട അനീഷച്ചനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നിങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യുന്നത് അമ്മമാരാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ഈ വേദിയിലേക്ക് ഒപ്പം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അതിരൂപതയുടെ അധ്യക്ഷനായ അഭിമന്യ ആൺകുസ്ഥാനത്ത് പിതാവെ, നമുക്ക് ഇന്നത്തെ ഈ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സെഷനും അതോടൊപ്പം ജനപ്രതിനിധികൾക്കുള്ള മാതൃവേദി അംഗങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ നേതൃത്വം വഹിക്കുകയും ചെയ്ത മേരി റെജീന മേഡം, അതോടൊപ്പം അതിരൂപതയുടെ മാതൃവേദിയുടെ പ്രസിഡന്റായിരുന്നു ജലർജു, സ്നേഹമുള്ള ജനപ്രതിനിധികളെ, സ്നേഹമുള്ള അമ്മമാരെ, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിനത്തിൽ നമ്മുടെ സാധാരണ പറയും ഒരു കൊയ്ത്തുത്സവം എന്നൊക്കെ പറയുന്നത്, സാധാരണ നമ്മൾ വിളവ് വിതച്ച് അതിന് വിളവൊക്കെ കൊടുത്തതിന് ശേഷം അത് പൂർണ്ണ ഞാൻ കണ്ടു നിൽക്കുന്നത് ഞാൻ പ്രതിനിധിക്കാരാണ്. കണ്ടു നിൽക്കുന്നത് ശാന്തത്തിന് സമ്മാനം കിട്ടിയതാണ്. ആ മാഡം മാതൃവേദിയിൽ നിന്ന് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട 29-30ഓളം പേര് 28 നേരം പദവി കിട്ടിയിട്ടുള്ളൂ. ഒരാൾ പദവി കിട്ടിയില്ല. അപ്പോൾ 29 പേര് ഉറപ്പാണ്. ഞാൻ കൂടുതൽ പേര് കിട്ടിയില്ല. അങ്ങനെ 30ഓളം പേര് ജനപ്രതിനിധികളെ
നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ, അഭിവാദനങ്ങൾ, പ്രാർത്ഥനകൾ. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ മാതൃവേദി തൃശ്ശൂർ മാതൃവേദി സംഘടിപ്പിച്ച വിവിധങ്ങളായ മത്സരങ്ങളിൽ വിജയിച്ച് അവാർഡ് നേടിയ, സമ്മാനം നേടിയ മാതൃവേദി അംഗങ്ങളെ നിങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. പ്രാർത്ഥനകൾ. സമ്മാനങ്ങൾ Next, Galileo Church, Tiara. Bible Church and Market. Next, Galileo Church. Next Church, Amukar. Next, Kanike Mother Church, Kurkuli. Saint Joseph Church, Vetukar. Saint George Parish, Vetukar. ആനന്ദിതാവരെയും ക്ഷണിക്കുന്നു. നമ്മൾ നേരെ മറ്റു ചെയ്ത ഒരു ചോദ്യമല്ല, കേരള കാർഷിക സർവകലാശാലയിലെ പല ഡിപ്പാർട്ട്മെന്റിലാണ്, ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. Second prize. Next, Our Lady of Mount Biju, Kolli Gram Panchayat, Tirunelveli. Gram Panchayat. എൻ്റെ പേര് ഷൈല സുനിൽ. ഞാൻ അരിപ്പൂരാണ്. അരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിജയിച്ചു. കുന്നോളം മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണാണ് ഇപ്പോൾ. മൂന്നാമത്തെ ടൈമായിട്ട് മത്സരിച്ച് ജയിച്ചു. ആദ്യത്തെ പ്രാവശ്യം തോറ്റു. എന്നിരുന്നാൽ കൂടി അതൊന്നും തിരിച്ചും തൃശ്ശൂർ ഗ്രാമപഞ്ചായത്ത് കല്ലൂരി സെൻട്രൽ ഓഫീസിൽ കർശനം വരുന്നത് 2ാം തവണയാണ് മത്സരിക്കുന്നത്. അടുത്ത തവണ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സണായിരുന്നു. ഇത്തവണ ഡിവിഷൻ ചെയർപേഴ്സണായിട്ട് വർക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്ത് നിയമസഭയുടെ വേലൂർക്കാരായ വിവരണം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവസാന വാർഡിൽ ടീച്ചർ. ഗ്രാമപഞ്ചായത്ത് ജയിച്ചാണ്. ഏലക്കര സെന്റ് മേരീസ് ഫോറ ചർച്ചിലെ അംഗമാണ്. ആദ്യം 2010-15 വിഘടന പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ സ്ഥലം കഴിക്കാവ്. ഇപ്പോൾ മുനിസിപ്പൽ ബോർഡിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. 20 വർഷം ഞാൻ മാർക്കറ്റ് പ്രസിഡന്റായിട്ട് ഞങ്ങൾ യോജിച്ച് വർക്ക് ചെയ്തു. ഈ വർഷം ഞാൻ വീട്ടിൽ പുറത്തതാണ്. മതി ഞാൻ പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വൈലത്തൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വന്നിട്ടുള്ളതാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഇടവക വൈലത്തൂരാണ്. അവശേഷി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു. നേരത്തെ ഡോക്ടറാണ് വരുന്നത്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് മറ്റാടിയാണ്. സതീഷ് മറ്റാടിയ കൊണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റാടിയുടെ ചെയ്യുന്നു. ഫസ്റ്റ് ടൈമാണ്. അന്തിക്കാട് ഇടവക അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അന്തിക്കാട് മാതൃവേദി പ്രസിഡന്റാണ്. അന്തിക്കാട് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. ഡാൻസ് ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തുന്ന രണ്ടുപേര് ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് സംഘാടക സ്കോളാണ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ചിറ്റാനക്കര ഇടവക. ഞാൻ തുടർച്ചയായി 3 തവണ ജയിച്ചു. ആദ്യത്തെ എല്ലാ പ്രാവശ്യം കൊണ്ടാണ് എനിക്ക് ലഭിക്കുക. താങ്ക് യു. എൻ്റെ പേര് പ്രിൻസി ജെൻസൺ. ഞാൻ കവളൂർ പഞ്ചായത്ത് ആദ്യമായിട്ടാണ് മത്സരിച്ചത്. ഈ മെയ് വരെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. കൊലങ്ങാട്ട ഇടവക അവിടുത്തെ കാറ്റീസർ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളായ നിങ്ങൾ ജനപ്രതിനിധിയായിരിക്കും അത് അല്ല. നമുക്കറിയാം ഇതിന് നിങ്ങൾക്ക് ഒരു പുതിയ ദൗത്യം ഏറ്റിട്ടില്ലേ, ഒരു റോഡ് വയ്ക്കുന്നതൊക്കെയാണ് നമ്മുടെ ആദ്യം നമ്മുടെ കാരണം പറഞ്ഞത്. ഒരു പുതിയ റോഡ് ഏറ്റിട്ടുണ്ട്. ക്രിസ്തുവിൽ ഞങ്ങൾക്കൊരു ദൗത്യം ഞങ്ങൾക്ക് ദൗത്യം നൽകണം. ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ അവർ ഓർക്കുന്ന അല്ലെങ്കിൽ അവർ സഹായം ചോദിക്കുന്ന മുഖം ആരെയും അവർക്ക്
ആരെയും നിങ്ങളെ ഞാൻ ഇത് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പറയാൻ പറ്റില്ല അവർക്കൊരു MLA കുറിച്ച് ഒരു പാവം അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ് ആളെ ഏത് ബുദ്ധിമുട്ട് സമയത്തും ആളെ വിളിക്കാം. Third prize. അതുകൊണ്ട് നിങ്ങൾ അതിനേക്കാൾ അടുത്ത ലക്ഷ്യം വരെയല്ല നിങ്ങൾക്ക് കൊടുത്ത് തീരുന്ന ബഹുമാനപ്പെട്ട തിങ്കളാഴ്ച അനുസരിച്ച വിശിഷ്ടങ്ങളെ നമ്മുടെ ശ്രമം സ്വീകരിച്ചെത്തിയ എല്ലാ അവാർഡുകളും പ്രിയമാണ്. തൃശ്ശൂർ അതിരൂപതയിൽ മാതൃവേദിയിൽ നിന്നും ഭരണ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അമ്മമാർക്കും അതുപോലെ മികച്ച കലാപരിപാലനം കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്കും ആത്മായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ അടുക്കളയിൽ മാത്രം ഒതുക്കിയിരിക്കാനവരല്ല എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പ്രത്യേകം ഇത് ആദരിക്കുന്നത്. അതിവിശിഷ്ട ആദരിക്കേണ്ടത് അതിവിശിഷ്ടം തന്നെയാണ്. എന്നെ എന്റെ കഥയിലേക്ക് അറിയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഏത് കാര്യത്തിനും എപ്പോഴും നമ്മുടെ അമ്മമാരുടെ പരിപാടിയിൽ ഓടിയെത്തുന്ന നമ്മുടെ സ്നേഹമിതാവും ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റവും സ്നേഹത്തോടെ തിങ്കളത്തിന് അവാർഡ് അമ്മമാർക്ക് അമ്മമാരുടെ പരിപാടിക്ക് ഏത് സ്നേഹത്തോടെ ആശംസകൾക്കുകയും വേണ്ട നല്ല നിർദ്ദേശങ്ങളും ചെയ്യാൻ അനുസരിച്ച് ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ പറയുന്നു. Center of Church, Mallory. Third prize, Center of Church, Mallory.